ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ഈ DGP കണ്ട് ADGP ഒരു പരാതിക്കാരനായിട്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യ അവതാരം എന്ന് പറയുന്നു. ഇനിയാകും മൊഴിയെടുക്കലിന് വിധേയനാകുന്ന അടുത്ത അവതാരമായി അദ്ദേഹം രംഗപ്രവേശം ചെയ്യുക എന്ന് പറയുന്നു. എല്ലാം ADGPയുടെ ടേംസിലാണ് നടക്കുന്നത്. അത് നിൽക്കട്ടെ അവിടെ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ADGP പോയി DGPയോട് സ്വയം പരാതിക്കാരനായി പറഞ്ഞത് എന്താണ്? അൻവറിന്റെ പിന്നിൽ ചില ശക്തികളുണ്ട്. അത് BJPക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നറേറ്റീവാണ് അജിത് കുമാർ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന വിമർശനങ്ങളോടുള്ള അങ്ങയുടെ പ്രതികരണം എന്താണ്? അതായത് നിരോധിത സംഘടനകൾ, തീവ്രവാദ ശക്തികൾ, ഈ മയക്കുമരുന്ന് മാഫിയ, കള്ളക്കടത്ത് സംഘങ്ങൾ, ഇവർക്കെതിരെ നടപടിയെടുത്തതിന്റെ ഭാഗമായാണ് അൻവറിനെ പരിചയാക്കി ആ കൂട്ടർ അജിത്തിനെ ആക്രമിക്കുന്നത് എന്ന്. അൻവർ ഏത് സമുദായക്കാരൻ? ഈ DGP ഏത് സമുദായക്കാരൻ? അപ്പൊ ഇങ്ങനെ ഒരു നറേറ്റീവ് വരുമ്പോൾ അത് സ്വാഭാവികമായും ആരെയൊക്കെ ദുർബലമാക്കും. DGPയുടെ കസേര തന്നെ ഇളകുന്ന ഒരു രാഷ്ട്രീയ സമ്മർദ്ദം അതിന് പിന്നിൽ പ്രവർത്തിക്കില്ല എന്ന് ആര് കണ്ടു? ഇത്തരം സംശയങ്ങളെല്ലാം പൊതുസമൂഹത്തിലുണ്ട്. അങ്ങയുടെ മറുപടി എന്താണ്? ഇവിടെ വേണു ഇത്തരം സംശയം ഉണ്ടാക്കുക നൗഷാദിലി വരാം ചോദ്യം CRനോട് ലക്ഷ്യമെന്നാണ് ഞാൻ കരുതുന്നത്. ആരോപണങ്ങളിലൊക്കെ വേണമെങ്കിൽ ഒരു വേണു എന്നോടാണല്ലേ ചോദ്യം? അല്ലല്ല CRനോടാണ്. വേണു ചോദ്യം എന്നോടല്ലേ? ശ്രീ നൗഷാദിലി താങ്കളോടല്ല, CR നീലകണ്ഠനോടാണ്. ശ്രീ CR നീലകണ്ഠൻ, അപ്പോ ഇതില് വേണു ചോദിച്ച ചോദ്യത്തിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരാം. ഈ വിവാദങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, കേരളത്തിൽ മുമ്പേ തന്നെ നമുക്കറിയാം, നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്, ഒരു വർഗീയ വിഭജനത്തിന്റെ ഏട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിത്രം കേരളത്തിൽ ഉണ്ടാക്കാൻ കുറെ കാലമായി ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ചില ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു. കഴിഞ്ഞതിന് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേറൊരു രൂപത്തിൽ അത് കണ്ടു. ഇപ്പോൾ വളരെ വ്യക്തമായും അത് സാധൂകരിക്കുന്ന തരത്തിൽ ADGP പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് BJP നേതാക്കൾ പറയുന്ന അതേ കാര്യമാണ്. കാരണം എന്താ? അൻവറിന്റെ പിന്നിലുള്ള ശക്തികൾ, അൻവറിന്റെ പിന്നിൽ ആരാ ശക്തി എന്നൊക്കെ അവർ കണ്ടെത്തണ്ടേ? അതിനാണല്ലോ ഇവരിവിടെ ഇരിക്കണേ. ഇത്രയും വലിയ വിദ്രോഹ വിധ്വംസക ശക്തികൾ ഉണ്ടായിട്ട് അയാളെ ഒരു ഭരണകക്ഷി MLA പിന്താങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെയാണെങ്കിൽ അതിനെതിരെ കേസെടുക്കാനും അതെന്തെല്ലാം ചെയ്യാൻ കാര്യങ്ങളുണ്ട്. നേരെ മറിച്ച് അധികാരത്തിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ് അൻവർ പറഞ്ഞിട്ടുള്ളത്. അൻവർ പറയുന്നു, എൻ്റെ കയ്യിൽ മുഴുവൻ തെളിവുണ്ട്. ഞാൻ അൻവറിൻ്റെ ഒരു ആരാധകനൊന്നുമല്ല, അങ്ങേക്കറിയാലോ. അൻവറുമായിട്ട് അധികം ഒരുപാട് അടിപിടി ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇവിടെ അൻവർ ഉന്നയിച്ച വിഷയം കേവലം ഒരു വർഗീയതയുടെ വിഷയമല്ല. പക്ഷെ അതിൽ വർഗീയത കലർത്തുകയും അങ്ങനെ ആ നറേറ്റീവിലൂടെ രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയുമാണ് ADGP ചെയ്യുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്. രണ്ട്, ഇപ്പം ADGPക്കെതിരായ അന്വേഷണം വരുമ്പോൾ ADGP കൊടുത്ത് ഉപയോഗിക്കാൻ പോകുന്ന പരിചയം എന്താണ്? പരിചയം വളരെ കൃത്യമാണ്. അത് ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ വർഗീയ വിഘടനവാദികൾ, അതുപോലെയുള്ള ശക്തികൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു, എനിക്ക് സംരക്ഷണം വേണം. ഈ അപ്പീൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ, എവിടേക്കാണ് ഇത് ചെന്ന് കൊള്ളുന്നത്? അദ്ദേഹം IPS ഉദ്യോഗസ്ഥനാണ്, ഈ ഓൾ ഇന്ത്യ കാഡറിലുള്ള ആളാണ്. സെൻട്രൽ ഗവൺമെന്റിനോടാണ് അദ്ദേഹത്തിന് പ്രാഥമിക, അത് കാരണം IPS ഉദ്യോഗസ്ഥർ അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ വളരെ തന്ത്രപരമായാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ADGP നേരിടുന്നത്. പക്ഷെ അവിടെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം, അങ്ങനെ ADGP നേരിടുമ്പോൾ അതിനോട് നിസ്സംഗഭാവം കാണിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒരു മുഖ്യമന്ത്രിയും കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. ADGP പറയുന്നത് ശരിയാണോ? ശരിയാണെങ്കിൽ ഇപ്പോൾ ADGPക്കെതിരെയുള്ള അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞു, മാമി കേസിന്റെ അന്വേഷണത്തെക്കുറിച്ചാണ് വേണു പറഞ്ഞു തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ മാമി കേസിൽ തനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല, മാമിയുടെ മതം വെച്ചായിരിക്കും കണക്കാക്കണേ ADGP. എനിക്കറിയില്ല, അങ്ങനെയാണല്ലോ, ഇന്ന മതത്തിൽപ്പെട്ടവരൊക്കെ നല്ലത്, ഇന്ന മതത്തിൽപ്പെട്ടവരൊക്കെ ചീത്ത എന്ന നെറേറ്റീവാണല്ലോ വരിക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇതിൽ ഉത്തരം പറയേണ്ടി വരിക മുഖ്യമന്ത്രിയാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയാണ്. ഇത് ADGPയുടെ നെറേറ്റീവാണോ ശരി? അങ്ങനെയാണെങ്കിൽ വിദ്രോഹ വിധ്വംസക ശക്തികളുടെ പിന്തുണയുള്ള ഒരാളാണ് ഭരണകക്ഷിയുടെ MLA എങ്കിൽ അയാൾ ആ സ്ഥാനത്തിരിക്കാൻ പാടുമോ? അങ്ങനെ പാടില്ലല്ലോ. അതല്ലല്ലോ കേരളം. അതുപോലെ തന്നെ ADGP പറയുന്നത് അസത്യമാണെങ്കിൽ ADGP ഒരു മിനിറ്റ് ഇരിക്കാൻ പാടില്ല. ഇതിപ്പോൾ നമ്മൾ പൊട്ടന്മാരാവാണ്, നമ്മളിത് ചർച്ച ചെയ്യുന്നതും കേൾക്കുന്ന ആളുകൾ പൊട്ടന്മാരാവാണ്. കാരണം എന്താ? പക്ഷേ ഈ നറേറ്റീവിന് ഒരു ഗുണമുണ്ട്. വേണു ചോദിച്ച കാര്യം, ഇത് സമൂഹത്തിൽ വലിയ തോതിലുള്ള വിഭജനം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം വരുമ്പോൾ കണ്ടാൽ നമുക്കറിയാം എങ്ങനെയാണ്, ആരാണ് ഏതിനോടാണ് പ്രതികരിക്കുന്നതെന്ന്. അവിടെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മതത്തിൻ്റെ ഒരു ഫ്രെയിം വർക്കിലേക്ക്, മതങ്ങളുടെ ഒരു തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഫ്രെയിം വർക്കിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ തീർച്ചയായും ADGPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ADGP അങ്ങനെ കഴിഞ്ഞുവെങ്കിൽ അതിന് കാരണം
അദ്ദേഹത്തിന് കിട്ടുന്ന പിന്തുണയാണ്. അതാണ് നേരത്തെ മാമി കേസിൽ പറഞ്ഞ് അദ്ദേഹം ബൈപ്പാസ് ചെയ്തുകൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ത്രൂ പ്രോപ്പർ ചാനൽ അയച്ചു. റെക്കോർഡിക്കലി ചോദിച്ചാൽ ത്രൂ പ്രോപ്പർ ചാനലല്ലേ അയക്കണ്ടേ? ഇപ്പോൾ DIG അയക്കുന്ന ആർക്കാ? DGPക്കോ അല്ല ADGPക്ക് ആയിരിക്കും. ADGPക്ക് പോകുന്ന ലോ ആൻഡ് ഓർഡറിന്റെ ജോലി ഇപ്പോഴും അദ്ദേഹത്തിനാണ്. ശരി, നമ്മൾ കാണേണ്ടത് ലോ ആൻഡ് ഓർഡറിന്റെ ADGP ആരാ ഇപ്പോഴും? അപ്പൊ അദ്ദേഹത്തിന് അയച്ചു, അത്രേ ഉള്ളൂ. ലീഗലി എന്തായാലും അതിന്റെ രാഷ്ട്രീയ അജണ്ട എന്ത് എന്നത് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട്